സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പൊ സെൻസർ ബോർഡിന്റെ ഒരു ചെറിയ വിഷയത്തിലാണല്ലേ. അപ്പൊ എന്താണ് ആ സിനിമ? സെൻസർ ബോർഡ് എന്തിനാണ് ആ സിനിമ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് അറിയണ്ടേ. ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSKയില് ജാനകി എന്ന പേരുള്ള ആ കഥാപാത്രത്തിന്റെ പേരും അതുപോലെ തന്നെ സിനിമയുടെ പേരും ജാനകി എന്നാണ്. അപ്പൊ സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നതുകൊണ്ട് ആ പേരെടുത്ത് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഈ ജാനകി എന്നുള്ള പേരെടുത്ത് മാറ്റണമെന്ന്. ശരിയാണ്, എന്താണ് പ്രശ്നം? ജാനകി എന്ന പേരിന് എന്താണ് ഇവിടെ പ്രശ്നം? നമ്മൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ജാനകി, ഒരുപാട് ആൾക്കാർക്കുണ്ട് ജാനകി എന്നുള്ള പേര്. പക്ഷെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഈ സിനിമ എന്ന് പറയുന്നത് ഇതൊരു കോടതി കേസാണ്. അതായത് ബലാത്സംഗത്തിനിരയായിപ്പെട്ട ഒരു സ്ത്രീയുടെ പോരാട്ടം, ആ സ്ത്രീയെ സഹായിക്കാൻ എത്തുന്ന ഒരു വക്കീലാണ് ഈ കഥാപാത്രം. അതാണ് ഈ സിനിമ. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നായകനും അനുപമ പരമേശ്വരൻ നായികയും പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്നാൽ ഇതിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ കഥാപാത്രത്തിനും സിനിമയുടെ പേരും ജാനകി എന്നാണ്. ഈ പേരെടുത്തു മാറ്റണം എന്നാണ് സെൻസർ ബോർഡിന്റെ ഇപ്പോഴത്തെ വിവാദം. അതായത് ജാനകി എന്നത് ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ട ഒരു ദൈവത്തിന്റെ പേരാണ്, അത് സിനിമയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഹിന്ദു ദൈവങ്ങളിലെ സീതയുടെ പേരാണത്രേ ജാനകി. അതുകൊണ്ട് ജാനകി എന്ന പേര് ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് സെൻസർ ബോർഡിന്റെ വിവാദം. 2025 ജൂൺ 27 ഈ സിനിമ അവരെ റിലീസ് ചെയ്യാനിരുന്നത്. എന്നാൽ ഓരോരോ കാരണങ്ങൾ കൊണ്ട് സെൻസർ ബോർഡ് ഇത് തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്താണ് സെൻസർ ബോർഡ്? സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അതായത് ഇപ്പൊ നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു സിനിമ എക്സിബിഷന് വെക്കുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മൾ സെൻട്രൽ ബോർഡിന് നമ്മൾ ആ സിനിമ കാണിക്കും. അവരിത് വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരിത് കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും നമ്മുടെ പബ്ലിക്കിന് നിരക്കാത്ത കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നിരീക്ഷിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയും ഇത് മാറ്റണം, അല്ലെങ്കിൽ ഈ വേർഡ് മാറ്റണം, അല്ലെങ്കിൽ ഇന്ന സീൻസ് പറ്റില്ല, ഇത് വയലേഷൻ ആണ്, ഇത് എടുത്തു മാറ്റണം എന്ന് അവർ റിവ്യൂ ചെയ്യുന്നതാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. പബ്ലിക് മൊറാലിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു സീൻസോ വേർഡ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിക്കൊണ്ട് എൻഷുർ ചെയ്ത് അതിന് മാറ്റുക എന്നുള്ളതാണ് ഈ സെൻസർ ബോർഡിന്റെ പ്രധാനപ്പെട്ട ജോലി. എന്നാൽ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും തന്നെ ഉണ്ടായിട്ടില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞിടെ റിലീസ് ചെയ്ത എമ്പുരാൻ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമല്ലോ. ആ സിനിമയിൽ എന്താണ് ആക്ച്വലി നടന്നിരിക്കുന്നത്? BJP എന്ന പ്രസ്ഥാനവും അതിലെ പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കുറെ പേരുകളും അവരതിൽ എടുത്തിട്ടിട്ടുമുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഈ സെൻസർ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് സെൻസർ ബോർഡ് ഇതൊന്നും കണ്ടില്ലേ, അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടില്ലേ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അന്ന് എമ്പുരാൻ എന്ന സിനിമ സെൻസർ ബോർഡ് കണ്ടിട്ടും റിവ്യൂ ചെയ്തിട്ടും എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വായടച്ചു നിന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ പറഞ്ഞ എമ്പുരാനും മാർക്കോ എന്നുള്ള സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടോണം, ഭയങ്കര വയലൻസ് ആയിരുന്നു. അപ്പൊ ഇത്തരം സിനിമകൾക്കൊക്കെ അവർ സെൻസർ ബോർഡ് റിലീസിംഗ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുക്കാത്തത് എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പൊളിറ്റിക്കൽ പരമായ ഒരു രീതിയിൽ തന്നെ അവരാരെ വിമർശിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇവർക്ക് അനുമതി നൽകാത്തത്? പീഡനത്തിനിരയായ ഒരു കുട്ടിയുടെ പോരാട്ടമാണ് ഈ സിനിമ. തികച്ചും ഇതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. സെൻസർ ബോർഡിന്റെ ഈ പേര് മാറ്റണമെന്നുള്ള ഒരു ആവശ്യപ്പെടൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ മുൻപിൽ ഒരു വൻ വെല്ലുവിളി തന്നെയാണ്. ഈ സിനിമയിൽ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാം തന്നെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും.